എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, സഹോദരപ്പെട്ട ആളുകൾ ഈ സമ്മേളനത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അവരെല്ലാവരെയും ഞാൻ ആശംസിക്കുകയാണ്. അവർക്കൊക്കെ എൻ്റെ വിനീതമായ സലാം ഞാൻ ആശംസിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളെ നോക്കി ഒരു കാര്യം ഇവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫാഷിസം അറബിക്കടലിൽ കേരളത്തിന്റെ മണ്ണിൽ വിലപ്പോവുകയില്ല ഈ ഫാഷിസം എന്ന് ഇവിടെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കിവരോട് പറയാനുള്ള ഒരൊറ്റ സംഗതി, നിർത്തൂ നിങ്ങളുടെ ഈ വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയം എന്നുള്ളതാണ്. നമ്മൾ ഉറക്കെ പറയേണ്ട ഒരു സംഗതിയാണത്. നിർത്തൂ. എന്ത് പറയൂ? നിങ്ങളുടെ വെറുപ്പിന്റെ രാഷ്ട്രീയം നിർത്തൂ. ഇതാണ് നമുക്ക് ഇവരോട് കൊടുക്കാനുള്ള സന്ദേശം. ഈ യോഗത്തിന്റെ സന്ദേശമായിട്ട് നമുക്ക് കൊടുക്കാൻ. ഇവിടെ ഈ കോഴിക്കോടിന്റെ തീരത്ത് നാം വീണ്ടും സംഗമിച്ചിരിക്കുകയാണ്. പ്രതിഷേധത്തിന്റെ ഇരമ്പവും ക്ഷോഭത്തിന്റെ കടലുമായിട്ടാണ് നമ്മൾ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. ഇത് ഈ സമ്മേളനം പോപ്പുലർ ഫ്രണ്ട് സംഘടിപ്പിച്ചതാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടിയുള്ളതോ മതവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ളതോ അല്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടെ വന്നിട്ടുള്ള ആളുകൾ ഹൃദയത്തിൽ തിളക്കുന്ന അവരുടെ പ്രതിഷേധത്തിന്റെ ഉലയുമായി അല്ലെങ്കിൽ നെരിപ്പോടുമായി ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളവരാണ്, ഈ സംഗമത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങൾ ആരും തന്നെ ഇച്ഛാഭംഗത്തിൽ നിന്നും നിരാശയിൽ നിന്നും വന്നു ചേർന്നതല്ല. നമുക്ക് നമ്മുടെ കർമ്മഭൂമിയിൽ കൂടുതൽ കർമ്മണ്യതയിലേക്ക് എടുത്തറിയപ്പെട്ട വിഭാഗം എന്ന നിലയിൽ വന്നു ചേർന്നിട്ടുള്ള ആളുകളാണ് നമ്മൾ. നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. നിങ്ങൾ നോക്കൂ, ആ വീൽ ചെയറിൽ ഇരിക്കുന്ന ആ സഹോദരിയെ നോക്കൂ. അവർക്ക് ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാതങ്ങൾ, മൈലുകൾ, ആയിരം കാതങ്ങൾ അകലെ നിന്ന് ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് എന്താണ് പ്രശ്നം? നമുക്ക് ആരോഗ്യമുള്ള നമുക്ക് എന്താണ് പ്രശ്നം? ഈ രാജ്യത്ത് നിന്ന് ഫാഷിസത്തെ തുടച്ചു മാറ്റുന്നത് വരെ നമുക്ക് വിശ്രമമില്ല എന്ന് പ്രതിജ്ഞയെടുക്കുവാൻ നമുക്ക് എന്താണ് തടസ്സം? നമുക്കറിയാം ഫാഷിസത്തിന്റെ ഭാഷ, നമുക്കറിയാം. ആ ഫാഷിസത്തിന്റെ ഭാഷ നമുക്കറിയാം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഫാഷിസ്റ്റുകളാണ് എന്നുള്ളത്. ആ ഭാഷ അറിഞ്ഞത് കൊണ്ടാണ് നമ്മൾ മഞ്ചേരിയിൽ ഫാഷിസത്തിന്റെ മുന്നേറ്റത്തെ തടഞ്ഞത്. സത്യസരണിയിലേക്കുള്ള അവരുടെ മുന്നേറ്റത്തെ ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് വെക്കാൻ പറ്റാത്ത വിധത്തിൽ അരുത് എന്ന് പറഞ്ഞു നിർത്തിയിട്ടുള്ളത് ആ ഭാഷ നമുക്കറിയുന്നത് കൊണ്ടാണ്. തിരുവനന്തപുരത്ത് നമ്മൾ തടഞ്ഞു നിർത്തിയിട്ടുള്ളത് ആ ഭാഷ നമുക്കറിയുന്നത് കൊണ്ടാണ്. അവിടെ ഒരു ഇഞ്ചങ്ങാൻ ഒരടി മുമ്പോട്ട് വെച്ചിരുന്നെങ്കിൽ ഭിന്നശേഷിക്കാരായി തിരിച്ചു പോകേണ്ടി വരുമായിരുന്നു എന്ന തിരിച്ചറിവാണ് അവർക്കുണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഈ ഭിന്നശേഷി ബോധം ഇന്ത്യ രാജ്യത്തുടനീളം അവർക്കുണ്ടാവുക എന്നതാണെങ്കിൽ മാത്രമേ അവരുടെ വിദ്വേഷത്തിൻ്റെതായ ഈ രാഷ്ട്രീയം അവസാനിക്കുകയുള്ളൂ. ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, രക്തരൂഷിതമായ വിപ്ലവം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് രക്തരൂഷിതമായ ഭരണമാണ് എന്നുള്ളതാണ്. ഈ രക്തദൂഷിത ഭരണത്തെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണസ്ഥിരകളിൽ നിന്ന് പിഴുതു മാറ്റുന്നത് വരെ നമുക്ക് വിശ്രമമില്ല. നമ്മളെപ്പോലുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ അവരെ പ്രതിജ്ഞാനം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ആ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വിശ്രമമില്ല. ഇത് പോപ്പുലർ ഫ്രണ്ടുകാർ മാത്രമല്ല, ഈ രാജ്യത്തുള്ള മുഴുവൻ നന്മയിൽ വിശ്വാസമുള്ള ആളുകൾ, ജനങ്ങളോട് സ്നേഹമുള്ള ആളുകൾ, മനുഷ്യപ്പറ്റുള്ള ആളുകൾ, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ഇന്ത്യക്കാരും, ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ ജനതയും നമ്മളോടൊപ്പമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രതിജ്ഞയിൽ, നമ്മളെടുക്കുന്ന പ്രതിജ്ഞയിൽ അവരും ഭാഗവാക്കാവുകയാണ്. രാജ്യത്തെ നമ്മളെ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന ആളുകളാണ് ഈ സമ്മേളനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. രാജ്യത്തെ അഗാധമായി സ്നേഹിക്കുന്നവരാണ് നമ്മൾ. രാജ്യത്ത് ഇന്ന് കാണുന്ന അതിഭീകരമായ വെറുപ്പിന്റെ അന്തരീക്ഷത്തിൽ നിന്ന്, ഫാഷിസത്തിന്റെ കരാള ദംഷ്ട്രകളിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ വിമോചിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ അതിനു വെമ്പി വന്നവരാണ് നമ്മൾ.
ഒരു സമുദായത്തെ കൊയ്തെറിയുവാൻ, കൊയ്ത് തള്ളുവാൻ അനുവദിക്കുകയില്ല, സമ്മതിക്കുകയില്ല എന്നുള്ള പ്രതിജ്ഞയോടുകൂടി വന്നിട്ടുള്ളവരാണ് നിങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ അതിനെ അനുവദിക്കുകയില്ല. ഒരു സമുദായത്തെ ഇന്ത്യ രാജ്യത്തിലെ 15 കോടി അല്ലെങ്കിൽ 20 കോടി വരുന്ന ജനതയെ എന്തൊരു തമാശയാണ്. കൊയ്തെറിയാൻ സാധിക്കുമോ? അതൊക്കെ വരാനുണ്ട്, നമ്മൾ കാണാം. എനിക്ക് പറയാം, ഇത് ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും സമ്മേളനമാണ് ഞാൻ പറയുന്നത്. ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ സമ്മേളനമല്ല. ഇത് ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും സമ്മേളനമാണ്. ഇത് ദളിതന്റെയും ക്രിസ്ത്യാനിയുടെയും സമ്മേളനമാണ്. ഇത് മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും സമ്മേളനമാണ്. ഇത് മനുഷ്യരുടെ മഹാസമ്മേളനമാണ്. രാജ്യത്തെ സ്നേഹിക്കുന്ന ദശലക്ഷക്കണക്കിന്, ഞാൻ പറഞ്ഞു, ദശലക്ഷക്കണക്കിന് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സമ്മേളനമാണ്. കലിമൂത്ത ഫാഷിസ്റ്റുകളുടെ, RSSന്റെയും BJPയുടെയും അനുബന്ധ സംഘങ്ങളുടെയും കൊലപാതകത്തിന്റെയും ചാട്ടവാറടിയുടെയും മതഭ്രാന്തിന്റെയും അഹന്തതയുടെയും രാഷ്ട്രീയത്തോട് നാം പറയുന്നു, നിർത്തു നിങ്ങളുടെ വെറുപ്പിന്റെ രാഷ്ട്രീയം. ഇവിടെ ഈ കടപ്പുറത്ത് കഴിഞ്ഞ ആഴ്ച ഒരു സമ്മേളനം നടന്നു. കോടികൾ എടുത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു മഹാസമ്മേളനം. അവരിൽ വാഴ്ത്തപ്പെട്ടവരുണ്ടായിരുന്നു, വീഴ്ത്തപ്പെട്ടവരുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടായിരുന്നു, അദ്വാനി ഉണ്ടായിരുന്നു. വാഴ്ത്തപ്പെട്ടവരും വീഴ്ത്തപ്പെട്ടവരും. ചവിട്ടിത്താഴ്ത്തിയ വാമനൻ ഉണ്ടായിരുന്നു, ചവിട്ടിത്താഴ്ത്തപ്പെട്ട മഹാബലി ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഒരു മഹാസമ്മേളനം നടന്നു. BJPയുടെ രാജ്യത്തുള്ള മുഴുവൻ നേതാക്കന്മാരും ഇവിടെ ഈ സ്റ്റേജിൽ അണിനിരന്നു, ഇവിടെ തന്നെ ഈ സ്ഥലത്ത് അണിനിരന്നു. കോടികൾ ചെലവഴിച്ചു. അവർക്ക് അവരുടെ നേതാവിനെ, ഈ സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്ന ഈ സൂര്യന് കീഴിൽ നിന്നുകൊണ്ട് അവർക്ക് അവരുടെ നേതാവിനെ കാണാൻ വേണ്ടി ഫ്ലാഷ് മിന്നിച്ചുകൊണ്ട് അവർ നിന്നു. നിങ്ങൾ നോക്കണം, ഇവിടെ ഫ്ലാഷ് ലൈറ്റുകളുടെ മിന്നാട്ടമില്ല, മിന്നാമിനുങ്ങിന്റെ നുറുങ്ങു വെളിച്ചമില്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, ഇവിടെയുള്ളത് ആരാണ്? സാക്കിയ ജഫ്രി, ഒരു വിധവയായ സ്ത്രീ. ഇവിടെ പങ്കെടുക്കുന്നത് ആരാണ്? ഇവിടെ പങ്കെടുക്കുന്നത് വളരെ സാധാരണക്കാരായ ആളുകളാണ്. EM അബ്ദുറഹ്മാൻ, C അബ്ദുൽ ഹമീദ്, അതുപോലെ ആനന്ദ്, സയ്യിദ്, ബാക്കർ, അർഷനവും കോടികളും നേതാക്കന്മാരും ഇടിച്ചു തള്ളിയ ആ സമ്മേളനവും ഈ സാധാരണക്കാർ പങ്കെടുക്കുന്ന ഈ മഹത്തായ സമ്മേളനവും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണിക്കൊള്ളൂ ഏതാണ് സമ്മേളനം വലുത് എന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാകും. ഇത് സ്വന്തം കൂരകളിൽ നിന്ന്, സ്വന്തം ഭവനങ്ങളിൽ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും മക്കളെയും എല്ലാത്തിനെയും പെറുക്കിയെടുത്തുകൊണ്ട് സ്വന്തം ഇച്ഛപ്രകാരം വന്നു ചേർന്നിട്ടുള്ള മഹാജനസഹസ്രം. ഇത് ജനങ്ങളുടെ മഹാസമുദ്രമല്ല, സമുദ്രത്തെക്കാൾ വലിയ മനുഷ്യന്മാരുടെ മഹാസമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇത് സ്വന്തം ഇച്ഛപ്രകാരം വന്നിട്ട് ചേർന്നിട്ടുള്ളവരാണ്. ഈ സമ്മേളനത്തിൽ ഇന്നത്തെ സമ്മേളനത്തിന്റെ പ്രാധാന്യം ഇരകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരുടെ സ്വമേധയായുള്ളതും സ്വാഭാവികവുമായുള്ള ഒരു കുത്തൊഴുക്കും മഹാപ്രളയവുമാണ് ഈ കടൽ തീരത്ത് എന്നുള്ളതാണ്. BJP സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ഉച്ചാരണശുദ്ധിയില്ലാതെ മലയാളം സംസാരിച്ചു. PC ജോർജ് ഉച്ചാരണശുദ്ധിയോടുകൂടി അറബി സംസാരിച്ചു. ആരാണ് PC ജോർജിന് പൂഞ്ഞാറിന്റെ പുലി എന്ന് പറഞ്ഞിട്ടുള്ളത്? ഞാൻ പറയുന്നു, PC ജോർജ് കേരളത്തിന്റെ വ്യാഘ്രമാണ്. ഈ നേരത്തെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചു, നീണ്ട ഒരു മൈതാന പ്രസംഗം. അദ്ദേഹം രാഷ്ട്രീയമൊന്നും പറഞ്ഞില്ല, ഭരണത്തെക്കുറിച്ച് പറഞ്ഞില്ല, കഴിഞ്ഞ കാലം തന്റെ വാഗ്ദാനങ്ങളെ പറ്റിയും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. നമുക്ക്
ഓരോ ഇന്ത്യൻ പൗരന്റെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടേണ്ടിയിരുന്ന 15-20 ലക്ഷം രൂപയുടെ കണക്ക് പറഞ്ഞില്ല. അദ്ദേഹം വിദേശത്ത് നിന്ന് കള്ളപ്പണം കൊണ്ടുവന്നിട്ട് തരുമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് 56 ഇഞ്ചിന്റെ വ്യാസമുള്ള നെഞ്ചുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിനെപ്പറ്റിയൊന്നും ഇവിടെ അദ്ദേഹം മനസ്സിലാക്കി. പാകിസ്ഥാൻ അദ്ദേഹം യുദ്ധത്തിന് ക്ഷണിച്ചു. അതേത് യുദ്ധം? ഏത് യുദ്ധം? ദാരിദ്ര്യത്തിനെതിരായിട്ടുള്ള യുദ്ധം, ബാലവേലക്കെതിരായിട്ടുള്ള യുദ്ധം, ശുചിത്വത്തിന് വേണ്ടിയുള്ള യുദ്ധം. ഒക്കെ അത് ശരിയാണ്. കാരണം നമ്മളും പാകിസ്ഥാനും തമ്മിൽ വലിയ അകലമൊന്നും ഈ ദാരിദ്ര്യത്തിന്റെ കാര്യത്തിലും ഇതിന്റെ ബാലവേലയുടെ കാര്യത്തിലും ശുചിത്വത്തിന്റെ കാര്യത്തിലൊന്നും ഒക്കെ ഒരേ സംസ്കാരത്തിന്റെ ആളുകൾ, ഒരേ തരത്തിലുള്ള ആളുകൾ. ഈ ദാരിദ്ര്യത്തിന്റെ ഇൻഡെക്സ് ഒക്കെ നോക്കുമ്പോൾ നമ്മൾ അടുത്തടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് മത്സരം സാധ്യമാണ്. ഞാൻ പറയുന്നു, 26 ഇഞ്ചിന്റെ വ്യാസമുള്ള നെഞ്ചളമുള്ള ആൾ എന്തുകൊണ്ട് അമേരിക്കയോട് ഒരു യുദ്ധം, ഇതുപോലെ ദാരിദ്ര്യത്തിനെതിരായിട്ടുള്ള ഒരു യുദ്ധത്തിന് അമേരിക്കയോട് തയ്യാറാവുന്നില്ല? ബാലവേലക്കെതിരായിട്ടുള്ള യുദ്ധത്തിന് എന്തുകൊണ്ട് റഷ്യയോട് തയ്യാറാവുന്നില്ല? എന്തുകൊണ്ട് ചൈനയോട് തയ്യാറാവുന്നില്ല? എന്തുകൊണ്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളോടോ മറ്റ് അറബ് രാഷ്ട്രങ്ങളോടോ തയ്യാറാവുന്നില്ല? എന്തിന് ഈ മൂന്നാം ലോകത്തിലെ ചാവാളികളായ രാഷ്ട്രം? ഏറ്റവും ചുരുങ്ങിയത് ആ സമ്മേളനവും ഈ സമ്മേളനം തമ്മിലുള്ള ഒരു വ്യത്യാസം, ആ സമ്മേളനം നടക്കുന്ന സമയത്ത് നാം ഇന്ത്യക്കാരുടെ തല താഴ്ന്നു നിൽക്കുകയായിരുന്നു. ഇന്ന് നാം ഇന്ത്യക്കാരുടെ തല ഉയർന്നു നിൽക്കുന്നു. കാരണം പാകിസ്ഥാനെ നാം പാഠം പഠിപ്പിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ ഇന്ത്യ മണ്ണിലേക്ക് കയറിയുള്ള ഈ ആക്രമണത്തിന് തക്കതായ തിരിച്ചടി നൽകുവാൻ ഇന്ത്യൻ പട്ടാളത്തിന് സാധിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നു. രണവീർ സിംഗിന് സാധിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം രണവീരനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് അത് സാധിച്ചു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ സമ്മേളനം തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം ഈ നിലയിൽ കാണാൻ സാധിക്കും. നേരത്തെ PC ജോർജ് MLA പറഞ്ഞു, വിദേശത്തുള്ള സാർവദേശീയ രംഗത്തുള്ള മോഡിയും ഇന്ത്യൻ മോഡിയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാ പറയുന്നത്. സാർവദേശീയ രംഗത്തുള്ള മോഡി ഒരു നല്ല മോഡിയാണ്. അയാളെന്താ ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞുകൂടാം, എന്നാൽ നല്ല മോഡിയാണ്. എന്നാൽ ഇന്ത്യ രാജ്യത്തുള്ള മോഡി ഒരു നഫ്രത്തിന്റെ, ഒരു വിദ്വേഷത്തിന്റെയും മോഡിയാണ്. അവിടെ വിദേശത്ത് എന്താണ് നടക്കുന്നത്? നമുക്കൊരു വിദേശ നയം ഉണ്ടോ? ഇപ്പോൾ നമ്മളാകെ പൊളിഞ്ഞ് പാളീസായിരിക്കുന്നു. വിദേശ നയത്തിൽ മുമ്പുണ്ടായിരുന്നു, ആരുടെ മുമ്പിലും തലയോർത്തേക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു വിദേശ നയം നമ്മുടെ പൂർവികന്മാർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ വിദേശ നയം പോയി. അമേരിക്കക്ക് നമ്മുടെ പട്ടാളത്താവളങ്ങളിലും സൈനിക താവളങ്ങളിലും നിറങ്ങാനുള്ള ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഒരു ബനാന റിപ്പബ്ലിക് ആയി തീരുകയാണോ എന്ന് നമ്മൾ സംശയിക്കണം, നമ്മൾ ഭയപ്പെടണം. ഒരു പുത്രികാ രാജ്യത്തിന്റെ അവസ്ഥയിലേക്ക്, നിരയിലേക്ക് നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ. മോഡിജി അന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞു, 2.5 വർഷം ഞാൻ ഭരിച്ചിട്ടുള്ളത് മഹാത്മാഗാന്ധിയുടെയും അതുപോലെ ലോഹിയയുടെയും പിന്നെ ദീൻദയാൽ ഉപാധ്യായയുടെയും ദർശനങ്ങൾക്കനുസരിച്ചാണ്. മഹാത്മാജി പറഞ്ഞു അഖിലാക്കുമാരെ കൊല്ലണമെന്ന്. മഹാത്മജി പറഞ്ഞു ഗുജറാത്തിലെ ഉനയിൽ ദളിതുകളെ അടിക്കണമെന്ന്, ദളിതുകളെ ദ്രോഹിക്കണമെന്ന്, മർദ്ദിക്കണമെന്ന്, ദളിത് കുഞ്ഞുങ്ങളെ ചുട്ടുകൊല്ലണമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യ രാജ്യത്തെ പണയം വെക്കണമെന്ന്, അവരുടെ മുമ്പിൽ കൊണ്ടുപോയി സമർപ്പിക്കണമെന്ന് ലോഹിയാജി പറഞ്ഞു. ദീനദയാൽ ഉപാധ്യായജി പറഞ്ഞിട്ടുള്ളത്. അതാണ് മോഡിജി അനുസരിച്ചു കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഇന്ത്യ രാജ്യത്ത് സംഭവിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. ഞാൻ ഇവിടെ നടക്കുന്ന ഈ വിദ്വേഷത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി ജിന്ന സാഹിബ് ആ കാര്യം ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 2.5 വർഷത്തെ ഭരണത്തെ കുറിച്ച് പറയുമ്പോ ഒരൊറ്റ സംഗതി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു രാജ്യമായി ഇന്ത്യ രാജ്യം മാറുകയും. നമുക്കറിയാം, പൻസാരയും കൽബുർഗിയും ദബോൽക്കറും കൊല്ലപ്പെട്ടത് തങ്ങളുടെ കാഴ്ചപ്പാടുകൾ സ്വതന്ത്രമായി പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്നുണ്ട് എന്ന് തെറ്റിദ്ധാരണ. പക്ഷേ ഭരണഘടനയെ തന്നെ അവഹേളിക്കുന്ന വിധത്തിലുള്ള സംഭവവികാസങ്ങളാണ് ഇന്ത്യ രാജ്യത്ത്. ഞങ്ങൾ എന്ത് പറയുന്നുവോ അത് പറയണം.
ഞങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെ ചിന്തിക്കണം. ഞങ്ങൾ എന്ത് കഴിക്കണം എന്ന് പറയുമ്പോ അതുപോലെ കഴിക്കണം, അത് മാത്രം കഴിക്കണം എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു ഫാഷിസ്റ്റ് സംസ്കാരം ഈ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമുക്ക് RSSനോടൊന്നും പറയാനില്ല, നിർത്തൂ നിങ്ങളുടെ ഈ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം എന്നല്ലാതെ. എന്നാൽ ഹിന്ദു സമുദായത്തോട്, ക്രിസ്ത്യൻ സമുദായത്തോട്, അതുപോലെ ദളിത് ആദിവാസികളോട്, മറ്റ് പിന്നോക്ക ജനവിഭാഗങ്ങളോട്, മതമുള്ളവരോട് ഇല്ലാത്തവരോട്, കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നാം ഇന്ത്യക്കാരാണ് എന്ന നിലയിൽ, നാം സഹോദരന്മാർ. രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ഇന്ത്യ രാജ്യം കത്തിത്തീരാൻ പോവുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ തീ അടക്കുവാൻ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം എന്നാണ് അവരോട് നമുക്ക് പറയാം. ഈ RSSന്റെ ഹിന്ദു മതത്തെ അവർ ചൂഷണം ചെയ്യുകയാണ്, ദുരുപയോഗം ചെയ്യുക. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി, ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ രാജ്യത്തിലെ ഹിന്ദുക്കൾക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മുസ്ലിം നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്ഷമാപണത്തിന്റെ രീതി അവലംബിക്കുന്നു. നിങ്ങൾ ഭയപ്പെടരുത്. നമ്മൾ ആരും ഭയപ്പെടരുത്. നമുക്ക് ഉറക്കത്തിന് പരസ്പരം കാവൽ നിൽക്കാം. ഇനി നീ ഉറങ്ങൂ, ഞാൻ ഉണർന്നിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഉറക്കത്തിന് പരസ്പരം കാവൽ നിൽക്കാം. എല്ലാ മുസ്ലിം സംഘടനകളും ഒന്നിച്ചു നിന്നുകൊണ്ട്. ഞാൻ ആരെയും വിമർശിക്കാൻ ഉദ്ദേശിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, RSSും പോപ്പുലർ ഫ്രണ്ടും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഒരു വശത്തെ മാത്രം നിങ്ങളുടെ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കാൻ പാടില്ല, മറ്റേ വശത്തെയും നിങ്ങൾ ക്ഷണിക്കണം നിങ്ങളുടെ സമ്മേളനത്തിലേക്ക് എന്നേ പറയാം. അതുകൊണ്ട് RSSകാരും നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ്. നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളിലെ എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ചു നിൽക്കാൻ, ദളിതുകളും ആദിവാസികളും എല്ലാവരും ഒന്നിച്ചു നിൽക്കാൻ. RSSകാരും അവരുടെ ഭരണകൂടവും ഭിന്നിപ്പിക്കുകയാണ്. മതപരമായും മതങ്ങൾക്കിടയിലുള്ളിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിൽ അവരാണ് നമുക്ക് സൂഫി ഇസ്ലാം നല്ലതെന്നും സലഫി ഇസ്ലാം ചീത്തയെന്നും പറഞ്ഞു തരുന്നത് അവരാണ്. ഈ വിഭാഗീയതയുടെ മറവിലാണ് സാക്കിർ നായിക്ക് ആക്രമിക്കപ്പെടുന്നത്. ഫാഷിസത്തോട് ഒരിക്കലും പ്രീണന നിലപാട് പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ കുറച്ച് അങ്ങോട്ട് അനുനയത്തിൽ നിന്നാൽ അവരിങ്ങോട്ട് അനുനയത്തിൽ നിൽക്കാൻ താല്പര്യപ്പെടും. പക്ഷെ ആ താല്പര്യപ്പെടല് പാടില്ല. മുദാറാവും തമ്മിലുള്ള വ്യത്യാസം മോഡിയിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്ന പണ്ഡിതന്മാരെങ്കിലും മനസ്സിലാക്കിയിരിക്കണം എന്നാണ് എനിക്ക് ഈ സദസ്സിനെ മുൻനിർത്തിക്കൊണ്ട് അവരോട് പറയാനുള്ളത്. ഒന്ന് ഇടപഴകലുകളും, വേറൊന്ന് അവരെ സോപ്പടിച്ചു നിൽക്കുന്നതും. CPMന്റെ ഫാഷിസ്റ്റ് വിരോധ നിലപാട് സ്വീകാര്യമാണ്. എന്നാൽ അത് മുസ്ലിങ്ങളെ തകർക്കാനും മുസ്ലിങ്ങളെ ദ്രോഹിക്കാനും ഇപ്പോൾ എന്തിന് RSS എന്ന നിലപാട് ആയി പോകരുത് എന്ന് മാത്രമേ അവരോട് നമുക്ക് അഭ്യർത്ഥിക്കാനൂ. CPMലെ ചില നേതാക്കൾ BJP ഫാഷിസ്റ്റ് ആണോ എന്ന് സംശയിക്കുന്ന ആൾക്കാർ, നമ്മുടെ ഒരു വേണമെങ്കിൽ പാതി എന്താ ഫാഷിസം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ CPMുമായും കോൺഗ്രസുമായും ഫാഷിസത്തെ എതിർക്കുന്ന RSSനെ എതിർക്കുന്ന ആരുമായും സഹകരിക്കുവാൻ നമ്മൾ തയ്യാറാണ്, ഏത് ഘട്ടത്തിലും ചെയ്യാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, PC ജോർജ് ജയിച്ചത് മുമ്പിൽ നിന്നും പിമ്പിൽ നിന്നുമുള്ള നമ്മുടെ പിന്തുണ കൊണ്ടാണ്. എന്നാൽ തിരുവനന്തപുരത്ത് നമ്മുടെ രാജഗോപാൽ ജയിച്ചത് ഇടതു നിന്നും വലതു നിന്നുമുള്ള പിന്തുണ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കളികൾ ഒരു വിഭാഗത്തിനും കോൺഗ്രസിനും പാടില്ല, CPMനും പാടില്ല എന്നാണ് നമുക്ക് പറയാൻ. അതുപോലെ തന്നെ ഇടത് ഗവൺമെന്റിനോട് വളരെ പറയാനുള്ളത്, അതിലോലമായ കാരണങ്ങൾ പറഞ്ഞ് ഇസ്ലാമിക പ്രബോധകരെയും മുസ്ലിം ചെറുപ്പക്കാരെ UAPA ചുമത്തി ജയിലിടുന്നത് അവസാനിപ്പിക്കണം. എന്നാൽ ഭീകര പ്രവൃത്തി ചെയ്യുന്നവരെ നിലക്ക് നിർത്തുകയും കേരളത്തിൽ എല്ലാവരും പറയുന്നുണ്ട്, ഒരു ടർബോ ചീഫ് മിനിസ്റ്ററാണ് കേരളം ഭരിക്കുന്നത്. അദ്ദേഹത്തിന് ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ഇത് മനസ്സിലാകുന്നില്ല എങ്കിൽ കേരളത്തിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകും എന്നാണ്. സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. ഫാഷിസ്റ്റ് മതിയായ എല്ലാം തകർത്തുകൊണ്ടാണ് വരുന്നത്. ഭരണഘടനയും അത് ഉറപ്പു നൽകുന്ന പൗര സ്വാതന്ത്ര്യത്തെ, ജീവിക്കാനുള്ള അവകാശത്തെ
വംശവിദ്വേഷത്തിലും മതഭ്രാന്തിലും മുക്കിയെടുക്കുകയാണ്. ഈ മതയാനയെ തളയ്ക്കാൻ സമയമായി. അതിന്റെ തുമ്പിക്കൈക്ക് അടയാളമിടാൻ സമയമായി. അവരുടെ തുമ്പിക്കൈയിൽ നാം അടയാളമിടുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അവരെന്നുള്ള മിടുക്കന്മാർ വരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ജനങ്ങളിലെ കുഞ്ഞു വിരലുകൾ, ജനങ്ങളിലെ നമ്മളിലെ കുഞ്ഞു വിരലുകൾ അവരുടെ മസ്തകം തകർത്തെറിയും. അതിന്റെ കൺചുഴികളിലേക്ക് കണ്ണീരിൽ തീർന്ന അസ്ത്രം കൊടുത്തു വിടുന്ന നമ്മുടെ സ്ത്രീകൾ വരും, അവരും വരും. അങ്ങനെ അങ്ങ് വരുമ്പോ ഇന്ത്യൻ ജനതയുടെ അന്നത്തെ ആ ശേഷിയെ, ആലക്തിക ശേഷിയെ, അപസ്മാര ശക്തിയെ വെല്ലുവാൻ ഇവരുടെ ഒരു ഫാഷിസത്തിനും സാധ്യമാകുകയില്ല എന്ന് മർദ്ദിതന്റെ പ്രാർത്ഥനയും ഈ ദീനധിഷ്ഠിതമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീർപ്പും ശൂന്യതയിലൂടെയോ സന്ധിക്കുന്ന ഒരു നിമിഷത്തിൽ കുൻ ഫയകൂൻ എന്ന വിധത്തിൽ ഫാഷിസം ഈ ഇന്ത്യ രാജ്യത്ത് അവസാനിക്കുക തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അത് അവസാനിക്കുക തന്നെ ചെയ്യും. അന്ന് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. പിന്നെയും ഒരു ദിനം വരും, അവിടെയും നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. അന്ന് അവിടെ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. നിങ്ങൾ പൈതലിനോടും അവിടെ ചോദിക്കും, എന്ത് കാരണത്താലാണ് അത് കൊല്ലപ്പെട്ടത്? പെട്രോൾ ഒഴിച്ച് തീ കൊടുത്ത് ശിശിയു എന്ന് ചോദിക്കപ്പെടും. എന്തിനാണ് കൊല്ലപ്പെട്ടത്? നിങ്ങൾ വയറുകീറി കുത്തിക്കൊന്ന ഗർഭിണികൾ, നിങ്ങൾ ചിത്രപഥം നടത്തിയ, കൈകാലുകൾ വെടിവെച്ചു പിന്നീട് തീയിട്ട് കൊളുത്തിക്കൊന്ന എന്ത് കുറ്റത്തിനാണ് കൊല്ലപ്പെട്ടത്? കൽബുർഗി ബൻസാനെ എന്തിനാണ് കൊല്ലപ്പെട്ടത്? അന്ന് ഇരകളുടെ ചൂണ്ടുവിരൽ നിങ്ങളുടെ നേരെ തിരിയും. അതോടെ ഫാഷിസം അവസാനിക്കുകയായി ഭൂമിയിലും ആകാശത്തിലും. ഫാഷിസം ഉണ്ടാവില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു, തീർച്ചയായും അത് സംഭവിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഭൂമിയിലും നാളെ ആകാശത്തിലും ഫാഷിസം തകർന്നടി. അത് നരകത്തിലേക്കുള്ള വഴിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത്രയധികം നിരപരാധികളുടെ രക്തം പുരണ്ട കൈകളാണ് നിങ്ങളുടെ. ഓരോ നാട്ടിലും ഓരോ മുജ്രിമീങ്ങളെ അല്ലാഹു ശത്രുക്കളായി നിശ്ചയിക്കുമെന്ന് പറഞ്ഞു. കുറ്റവാളികളിൽ ഏറ്റവും പ്രധാനിയെ തന്നെ അവിടെ നിശ്ചയിക്കും എന്ന് പറഞ്ഞു. കുതന്ത്രങ്ങൾ ചെയ്യാൻ. പക്ഷെ അല്ലാഹുവിന്റെ കുതന്ത്രത്തോളം മികച്ചതാവില്ല നിങ്ങളുടെ കുതന്ത്രം എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ വൈകിയോ അത്രയും നിങ്ങൾ വേണ്ടി വരും എന്ന് മാത്രമേ ഫാഷിസത്തോട് കളിച്ചാൽ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയാം. ഹിറ്റ്ലർ എന്താണ് ചെയ്തത് എന്ന് നമ്മൾ അറിഞ്ഞിട്ടുള്ളവരാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, ഈ രാജ്യത്തെ മുഴുവൻ ഫാഷിസ്റ്റുകൾ മനസ്സിലാക്കുക, രാജ്യത്തെ മുഴുവൻ